നമസ്കാരം. നരേന്ദ്രമോദി സർക്കാർ മൂന്നാം തവണയും കേന്ദ്രത്തിൽ അധികാരത്തിലെത്തിയിരിക്കുകയാണ്. സീറ്റുകളുടെ എണ്ണം കുറഞ്ഞുവെങ്കിലും നരേന്ദ്രമോദിയെ തന്നെയാണ് ഭാരതത്തിലെ ജനങ്ങൾ നേതാവായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. അദ്ദേഹം മൂന്നാം തവണയും സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ നരേന്ദ്രമോദി എന്ന ജനനേതാവിനെ ഒരിക്കൽ കൂടി വിലയിരുത്തുകയാണ് ഇന്ത്യയിലെ ജനങ്ങൾ. അതായത് ഗുജറാത്ത് മുഖ്യമന്ത്രി എന്ന സ്ഥാനത്ത് നിന്ന് അദ്ദേഹം പടിപടിയായി ഉയർന്ന് അദ്ദേഹം പ്രധാനമന്ത്രി പദം വരെ എത്തിയിരിക്കുന്നു. മാത്രമല്ല, ജവഹർലാൽ നെഹ്റുവിന് ശേഷം 3 തവണ തുടർച്ചയായി അധികാരത്തിലേറുന്ന പ്രധാനമന്ത്രിയായി മാറുകയും ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെയും BJPയുടെയും വിവിധ ചുമതലകൾ വഹിച്ചിരുന്ന അദ്ദേഹം 2001 ഗുജറാത്ത് മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെടുന്നത്. ഗുജറാത്ത് മുഖ്യമന്ത്രിയായി അദ്ദേഹം 2014 വരെ തുടർച്ചയായി ആ സ്ഥാനത്തുണ്ടായിരുന്നു. 2014 മുതൽ ഇന്ന് വരെ അദ്ദേഹം ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി സ്ഥാനത്തുമുണ്ട്. എന്തായാലും നരേന്ദ്രമോദി അതിനു മുമ്പ് പാർട്ടിയിലും സംഘടനയിലും രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിലും വിവിധ ചുമതലകൾ വഹിക്കുകയും അദ്ദേഹം പ്രചാരകനായി വർത്തിക്കുകയും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ പല ഘട്ടങ്ങളിലുമെല്ലാം ചിത്രങ്ങളിലൂടെയും വായിച്ചും നമ്മൾ കണ്ടിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട ചിത്രമാണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. ഈ സ്ക്രീനിൽ അല്ലെങ്കിൽ ഈ ചിത്രത്തിൽ നിരവധി BJPയിലെ പ്രമുഖരെ കാണാം. ലാൽകൃഷ്ണ അദ്വാനിയെ നിങ്ങൾക്ക് കാണാം. അതോടൊപ്പം തന്നെ പ്രമോദ് മഹാജൻ ഉൾപ്പെടെയുള്ള BJPയുടെ അധികായകരെല്ലാം ഇപ്പോൾ ഈ ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാം. അതിന് താഴെ കസേരയിട്ടിരിക്കുന്ന ലാൽകൃഷ്ണ അദ്വാനിക്ക് താഴെ തറയിൽ കുറച്ച് ആളുകൾ ഇരിപ്പുണ്ട്. ആ ആളുകളുടെ കൂട്ടത്തിൽ നിങ്ങൾക്ക് നരേന്ദ്രമോദിയെയും കാണാം. ഗുജറാത്തിൽ കേശുഭായ് പട്ടേൽ മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്നത് കാണാൻ ആ വിജയത്തിൻ്റെ പ്രധാന ശില്പികളിൽ ഒരാളായ നരേന്ദ്രമോദി തറയിലിരുന്ന് ആ സത്യപ്രതിജ്ഞ വീക്ഷിക്കുകയാണ്. അവിടെ നിന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ തുടക്കം എന്ന് പറയാനാവില്ല. പക്ഷേ അതിനു മുന്നേയും അദ്ദേഹം സംഘടനയിലുണ്ടായിരുന്നു. പക്ഷേ ഗുജറാത്തിൻ്റെയും ഭാവി ഭാരതത്തിൻ്റെയും പ്രധാനമന്ത്രിയാകാൻ പോകുന്ന വ്യക്തിത്വമാണ് തറയിലിരുന്ന് അവിടെ ആ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് എന്ന് ഒരുപക്ഷെ BJP നേതൃത്വം പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല. അവിടെ നിന്നും അദ്ദേഹം പടിപടിയായി വളരുകയായിരുന്നു. രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി പദം വരെ എത്തി. അദ്ദേഹത്തിൻ്റെ വളർച്ചയിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. വളർന്നത് അദ്ദേഹം മാത്രമായിരുന്നില്ല, സംഘടനയെയും കൂടി അദ്ദേഹം വളർത്തി. മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ വളർച്ചയ്ക്കൊപ്പം പാർട്ടിയെയും സംഘടനയെയും കൈപിടിച്ചുയർത്തിയത് വലിയ പ്രതിസന്ധികളിൽ നിന്നായിരുന്നു. 2001 ഗുജറാത്തിൻ്റെ മുഖ്യമന്ത്രിയായി BJPയുടെ കേന്ദ്ര നേതൃത്വം നരേന്ദ്രമോദിയെ തിരഞ്ഞെടുക്കുമ്പോൾ അദ്ദേഹം ഒരു പഞ്ചായത്തിൻ്റെ അംഗം പോലും അല്ലായിരുന്നു. അദ്ദേഹം ഒരു നിയമസഭാ അംഗം പോലും അല്ലായിരുന്നു. അതിനുശേഷം നടന്ന തെരഞ്ഞെടുപ്പിലാണ് അതിനുശേഷം 2001 നടന്ന ഉപതെരഞ്ഞെടുപ്പിലാണ് രാജ്കോട്ട് മണ്ഡലത്തിൽ നിന്നും അദ്ദേഹം MLA ആയി മാറുന്നത്. അദ്ദേഹം ആദ്യമായി MLA ആകുമ്പോഴും അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്നു. രാജ്കോട്ടിലെ ഉണ്ടായിരുന്ന MLA രാജിവെക്കുകയും നരേന്ദ്രമോദി അവിടെ മത്സരിക്കുകയും ചെയ്തു. അന്ന് അദ്ദേഹം നേരിട്ട ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം BJPയും അതുപോലെ തന്നെ അന്നത്തെ മുഖ്യമന്ത്രി കേശുഭായ് പട്ടേലുമെല്ലാം അവരുടെയൊക്കെ ജനപ്രീതി ഇടിയുകയും വലിയ പരാജയങ്ങൾ BJP നേരിട്ടുകൊണ്ടിരിക്കുകയും ഇനിയെങ്കിലും നേതൃമാറ്റം ഉണ്ടായില്ല എങ്കിൽ ഗുജറാത്ത് എന്ന സംസ്ഥാനം തന്നെ BJPക്ക് നഷ്ടപ്പെടും എന്ന ഒരു അവസ്ഥയിലുമായിരുന്നു അദ്ദേഹം മുഖ്യമന്ത്രിയായി അവിടെ എത്തി സ്ഥാനമേൽക്കുന്നത്. അതുകൊണ്ട് തന്നെ രാജ്കോട്ടിലെ ഉപതെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദി വിജയിക്കുമോ എന്ന ഒരു സംശയം തന്നെ എല്ലാവർക്കും ഉണ്ടായിരുന്നു. അന്ന് രാജ്കോട്ടിൻ്റെ അവസ്ഥ മാസത്തിൽ 2-3 ദിവസം മാത്രമായിരുന്നു ആ നഗരത്തിൽ കുടിവെള്ളം എത്തിയിരുന്നത്. എന്നാൽ അന്ന് അദ്ദേഹം അല്ലെങ്കിൽ നരേന്ദ്രമോദി ജനങ്ങൾക്ക് വോട്ടർമാർക്ക് കൊടുത്ത ഗ്യാരണ്ടി എന്നത് ഞാൻ വിജയിച്ചു വന്നാൽ മാസത്തിൽ 28 ദിവസവും നർമ്മദയിലെ വെള്ളം രാജ്കോട്ടിൽ എത്തിക്കും എന്നായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടി ഇന്നോ ഇന്നലെയോ തുടങ്ങിയ പ്രതിഭാസമൊന്നുമല്ല. അദ്ദേഹം പാർലമെൻ്ററി രംഗത്ത് വന്നത് മുതൽ ഈ ഗ്യാരണ്ടി അദ്ദേഹം വളരെ ഗൗരവമായി തന്നെ കാണുന്നുണ്ട്. രാജ്കോട്ട് തിരഞ്ഞെടുപ്പിൽ അന്ന് അദ്ദേഹം കുടിവെള്ളം 1 മാസം മുഴുവനും എത്തിക്കുമെന്ന ഗ്യാരണ്ടി കൊടുത്തപ്പോൾ ജനങ്ങൾക്ക് വലിയ വിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഒരു മുഖ്യമന്ത്രിയാണ് മത്സരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ വെറും 14,000 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ മാത്രമാണ് രാജ്കോട്ടിൽ നിന്നും അദ്ദേഹം MLA ആയി മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടർന്നത്.
പിന്നീട് അത് നമ്മൾ കണ്ടത് രാജ്കോട്ടിൻ്റെ ഒരു വലിയ മാറ്റമാണ്. ഇന്ന് രാജ്കോട്ട് വലിയ ഒരു നിക്ഷേപ കേന്ദ്രമാണ് എന്ന് തന്നെ പറയാം. വലിയ രീതിയിൽ രാജ്കോട്ട് മാറിക്കഴിഞ്ഞു. അന്ന് പറഞ്ഞതുപോലെ തന്നെ നരേന്ദ്രമോദി നർമ്മദയിൽ നിന്ന് ഒരു മാസത്തിൽ 28 ദിവസവും ആ നഗരത്തിൽ വെള്ളം കൊണ്ടുവന്നു. അതിനുശേഷമാണ് ജനകീയനായ മുഖ്യമന്ത്രിയായി നരേന്ദ്രമോദി മാറുന്നത്. ആ ഗ്യാരണ്ടികളുടെ പിൻബലത്തിലാണ് അദ്ദേഹം 2014 വരെ ഒരിക്കലും പരാജയപ്പെടാതെ മുഖ്യമന്ത്രിയായിരുന്നത്, ഗുജറാത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്നത്. ആ ഗുജറാത്ത് മോഡലാണ് ഇന്ത്യ ഒട്ടുക്കും ചർച്ച ചെയ്യപ്പെട്ടതും നരേന്ദ്രമോദി പ്രധാനമന്ത്രി പദത്തിലേക്ക് വരാൻ കാരണമായി തീർന്നതും. ഇപ്പോൾ മോദിയുടെ ഗ്യാരണ്ടികളെല്ലാം നടപ്പിലാക്കപ്പെടുമോ? കാരണം സീറ്റ് കുറവല്ലേ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. സീറ്റ് കുറവായാലും ഏത് പ്രതിസന്ധിയിൽ നിന്നായാലും ആ ഗ്യാരണ്ടികൾ പാലിക്കാൻ തനിക്ക് ആർജവമുണ്ട് എന്ന് അദ്ദേഹം തെളിയിച്ചിട്ടുണ്ട്. ഒരു പ്രാവശ്യമല്ല, പലതവണ. 2014 അദ്ദേഹം പ്രധാനമന്ത്രി സ്ഥാനത്ത് മത്സരിക്കാൻ എത്തുമ്പോഴും അതായിരുന്നു സ്ഥിതി. 2004-ലും 2009-ലും അഴിമതിക്കാരായ UPA ഭരണത്തെ തുടച്ചു നീക്കാൻ അന്ന് BJPക്ക് സാധിച്ചിരുന്നില്ല, പാർട്ടിക്ക് സാധിച്ചിരുന്നില്ല. പാർട്ടി ഒരു വലിയ ദാരിദ്ര്യത്തിലായിരുന്ന സമയത്താണ് നരേന്ദ്രമോദി 2014 പാർട്ടിയുടെ നേതൃത്വം ഏറ്റെടുക്കുന്നത്, പിന്നീട് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാകുന്നതും. എന്തായാലും നരേന്ദ്രമോദി വളർന്നു. ആ വളർച്ചയ്ക്ക് മറ്റൊരു വശം കൂടിയുണ്ട്. നരേന്ദ്രമോദിക്കൊപ്പം പാർട്ടിയും വളർന്നു, പ്രതിസന്ധികളിൽ നിന്ന് കരകയറി എന്നതാണ്. ഈ പ്രതിസന്ധികളിൽ നിന്നും അദ്ദേഹത്തെ കരകയറ്റിയതും പാർട്ടിയെ വളർത്തിയതുമെല്ലാം ഒന്നു മാത്രമായിരുന്നു: മോദിയുടെ ഗ്യാരണ്ടി. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.